ഇന്ന് നമുക്ക് കുറച്ച് പച്ചമാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. വേറെ ഒരിടത്തൊന്നും അല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. നല്ല മൂവാണ്ടൻ മാമ്പഴമാണ്. ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് ഈ പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ചോറിനൊരു അടിപൊളി കൂട്ടാൻ റെഡിയാക്കാം. ഇപ്പോൾ LPG തീരെ കിട്ടാനില്ലാത്തത് കൊണ്ട് എല്ലാവരും തന്നെ ഗ്യാസ് സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ LPG തീരെ ഉപയോഗിക്കേണ്ടാത്തൊരു റെസിപ്പി കൂടെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പം നമുക്ക് റെസിപ്പി എന്താണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. കൂടാതെ നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. നമ്മളിവിടെ 4 പച്ചമാങ്ങകളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ പച്ചമാങ്ങകളെല്ലാം തന്നെ വളരെ ചെറിയ സൈസിലാണ് നമ്മളിവിടെ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്കിവിടെ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും, ഞാൻ വളരെ ചെറിയ സൈസിലാണ് അരിയുന്നത്. അപ്പം ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ചെറിയ സൈസ് തന്നെയാണ് കേട്ടോ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അതനുസരിച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് നോക്കണം. പച്ചമാങ്ങ എല്ലാം തന്നെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊരു ബൗളിലോട്ട് മാറ്റുക. അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആ മാങ്ങകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളിൽ പലർക്കും ഞാനിപ്പോൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലായി കാണും. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പം ഞാനിവിടെ പച്ചമാങ്ങകളെല്ലാം തന്നെ എൻ്റെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് മൂടി വെക്കുക, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതുകൊണ്ട് ഇതിലെ നീരെല്ലാം നന്നായിട്ട് ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇടുന്നത് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മാംഗോൻ്റെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. കാരണം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ എന്തായാലും ഒരു മാവൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാങ്ങയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ താളിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ചൂടാക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 2 ടീസ്പൂൺ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഒരു 2 തണ്ട് വേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഈ താളിപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സിലോട്ട് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇതെല്ലാം തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങളിൽ പലരും വീഡിയോ കണ്ടിട്ട് ഊഹിച്ചെടുത്തത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളാണ്. കല്യാണ വീടുകളിൽ കിട്ടുന്ന അതേ മാങ്ങാച്ചാർ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ താളിക്കുന്നത് മാത്രമേ നമ്മൾ ഗ്യാസ് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ ഗ്യാസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡക്ഷനിലായാലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാസ് ചിലവാക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു അച്ചാർ മാത്രം കൂട്ടിയാൽ നമ്മളുടെ ചോറ് കാലിയാവുന്നത് അറിയില്ല. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് ഇത് കേടില്ലാണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പം മാംഗോ സീസണുമാണ്, നിങ്ങൾക്ക് ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെയാണ് കേട്ടോ ഈ ഒരു റെസിപ്പി വരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രചോദനം. റെസിപ്പി നിങ്ങളുടെ കൂട്ടുകാർക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കൂടാതെ ഇതേപോലെ ഗ്യാസ് ലാഭിക്കുന്ന റെസിപ്പികൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.